അവിടെ നിന്ന് തന്നെ വ്യക്തമല്ലേ ശ്രീ സോമൻ, ആരെയൊക്കെ ചേർത്ത് പിടിക്കണം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമെന്ന്? അതെ, ബഹുമാനപ്പെട്ട രോഹിണി, ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങളുടെ കാലത്തല്ല അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചത്, വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് ഞങ്ങളുടെ കാലത്തല്ല, അത് 2015 എന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുമ്പോൾ 2011 മുതൽ ഈ ഉദ്യോഗസ്ഥൻ ആരോപണ വിധേയനാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനെതിരായി, അന്ന് നടന്നിട്ടുള്ള അഴിമതിക്കെതിരായി, വലിയ കുംഭകോണങ്ങൾക്കെതിരായി വലിയ പ്രചരണം നടത്തിയിട്ടാണല്ലോ ഇവർ 2016 അധികാരത്തിൽ വരുന്നത്. 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയന്റെ സർക്കാർ തുടർഭരണം കിട്ടി, അതുകൊണ്ട് എല്ലാ ആരോപണങ്ങളും ഇല്ലാതെ പോകുമെന്നാണല്ലോ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ വാദിക്കുന്നത്. KM എബ്രഹാം 2011 മുതൽ പല സന്ദർഭത്തിൽ വിവാദ സൃഷ്ടിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. കളങ്കിത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം എന്ന് പല സന്ദർഭത്തിൽ പല ആരോപണങ്ങൾ വന്നിട്ടുള്ളയാളാണ്. നോക്കൂ, ഇവിടെ 3 പതിറ്റാണ്ട് കാലം പാലിക്കേണ്ട സർക്കാർ സർവീസ് ചട്ടങ്ങൾ, തൻ്റെ ആസ്തി ബാധ്യതയെ സംബന്ധിച്ചുള്ള വിവരം പോലും കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, കളങ്കിതനായ ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കേണ്ട എന്ത് ബാധ്യതയാണ് ഇവിടെ ഉള്ളത്? ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 8 മാസം മാത്രം കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ റിട്ടയർ ചെയ്തതിനു ശേഷം ക്യാബിനറ്റ് പദവിയോടെ അതിനുമപ്പുറത്തേക്ക് കിഫ്ബിയുടെ CEO പദവി കൂടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തെ കൊണ്ടിരുത്തുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അഴിമതി സംരക്ഷിക്കപ്പെടുന്ന, കളങ്കിത വ്യക്തിത്വങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന ഏതോ ഒരു ശക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്ന ശക്തിയുടെ താല്പര്യത്തിനനുസരിച്ചാണ് ശിവശങ്കരൻ പെരുമാറിയിരുന്നത്. ആ ശക്തിയുടെ താല്പര്യത്തിനനുസരിച്ചാണ് മറ്റൊരാളായിട്ടുള്ള രവീന്ദ്രൻ പ്രവർത്തിച്ചിരുന്നത്. അപ്പോ ഇവിടെ മുമ്പേ സൂചിപ്പിച്ച വ്യക്തികൾ, PM മനോജ് അടക്കമുള്ള ആളുകൾ, രാകേഷ് അടക്കമുള്ള ആളുകൾ, കളങ്കിത വ്യക്തിത്വങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി, അവിടെയാണല്ലോ പ്രത്യേകത, മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി ഒരു മാനവികതയും ഈ നാളിൽ പുലരുന്നില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള KM എബ്രഹാമിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ അദ്ദേഹം കാണിക്കുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും എല്ലാ കൊള്ളകൾക്കും കൂട്ടുനിൽക്കുകയും സംരക്ഷണം നൽകുകയും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ തോതിലുള്ള ആനുകൂല്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുള്ളത് അവജ്ഞയോടെ കേരളം കാണുകയാണ്. നോക്കൂ, ആശാവർക്കർമാർ മാത്രമല്ല, ബിരുദവും ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിലുള്ള ഒരു കൂട്ടം സഹോദരിമാരും സഹോദരന്മാരും ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന പലവിധ സമരമാർഗങ്ങൾ, മുട്ടിലെഴയുന്നു, വാമൂടിക്കെട്ടുന്നു, കയ്യും കാലും കൂട്ടിക്കെട്ടുന്നു, അവർ പിച്ച തെണ്ടുന്നു. അവരാകെ ചെയ്ത തെറ്റ് ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കുകയും പോലീസിലേക്ക് കേരളത്തിന്റെ PSC നടത്തിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ പരീക്ഷയിൽ മികവ് പുലർത്തുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം അവർ തെരുവിൽ സമരം ചെയ്യുകയാണ്. ഇവിടെ ഈ നിലയിൽ വലിയ തോതിലുള്ള അഴിമതിയിലൂടെ പണം സമ്പാദിക്കുന്നു. ഇദ്ദേഹം ധനകാര്യ വകുപ്പിന്റെ മേധാവിയായിരുന്ന കാലഘട്ടത്തിലാണല്ലോ ഈ അഴിമതി ഉണ്ടായി എന്നും വരവിൽ കവിഞ്ഞതിലധികം സ്വത്ത് സമ്പാദിച്ചുവെന്നും ഒക്കെ ഇപ്പോൾ ആരോപണം വരികയും തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ആ സന്ദർഭത്തെങ്കിലും ഈ ഉദ്യോഗസ്ഥനെ നിലയ്ക്കു നിർത്താൻ, അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിയോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പദവി നൽകാൻ എന്തിന് സർക്കാർ ശ്രമിക്കുന്നു, മുഖ്യമന്ത്രി എന്തിനു ശ്രമിക്കുന്നു എന്ന ചോദ്യമാണ് രാഷ്ട്രീയമായി ഉന്നയിക്കാനുള്ളത്. ഏതായാലും CBIയിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. ഈ ഉദ്യോഗസ്ഥൻ കൈവിലങ്ങണിഞ്ഞ് പോകുന്ന സന്ദർഭത്തിൽ ഒപ്പം പോകാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളും ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമ്പോ ആ മുഖ്യമന്ത്രിയുടെ മകളെയും സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ കവചം തീർക്കുമെന്നാണ് ഇന്ന് കേരളത്തിലെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് പരിഹാസത്തോടെ കേരളം കാണുകയാണ് രോഹിണി. അവിടെയാണ് ഇതിന്റെ കള്ളി വെളിച്ചത്താവാൻ പോകുന്നത്. അതെ, തീർച്ചയായും.